ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ 34 വീക്സായി. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ബേബി ക്യാരിയർ നെസ്റ്റ് ആണ്. അപ്പം ഇത് വന്നിട്ടുള്ളത് മസ്ലിൻ ക്ലോത്ത് മെറ്റീരിയലിൽ വന്നിരുന്ന ഒരു കംഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ബേബി ക്യാരിയർ നെസ്റ്റ് ആണ്. അപ്പം നമുക്കിത് ബേബീനെ ക്യാരി ചെയ്യാനായിട്ട് നമുക്കിത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മളെ നെറ്റ് ബെഡാണ്. ഇത് മസ്ലിൻ ക്ലോത്തിൽ തന്നെ വരുന്ന നല്ല കംഫർട്ടബിളായിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ളൊരു നെറ്റ് ബെഡ് വിത്ത് പില്ലോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മസ്ലിൻ ക്ലോത്തിൽ തന്നെ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പില്ലോയും കൂടെ വരുന്നുണ്ട്. എല്ലാവരും നെറ്റ് ബെഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നില്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ എങ്ങനെയുള്ള സാഹചര്യമാണെന്ന് നോക്കി കൊണ്ടുപോയാൽ മതി. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ബേബീനെ ബെഡിലൊക്കെ കിടത്തുന്ന സമയത്ത് ഡ്രൈ ഷീറ്റിൻ്റെ മുകളിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡയപ്പർ ഇടാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് യൂറിനാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അടുത്ത ഐറ്റം നമ്മൾ ആദ്യം തന്നെ കാണിക്കേണ്ടതായിരുന്നു. നമ്മളെ ബേബീനെ റിസീവ് ചെയ്യാനായിട്ടുള്ള റിസീവിങ് ടവലാണ്. റിസീവിങ് ടവൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ചില ഹോസ്പിറ്റൽസിൽ നിന്ന് നമുക്ക് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നമുക്ക് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വാഡിൽ ഒരു ഡയപ്പറും കൂടെ വെക്കുന്നുണ്ട്. നമ്മൾ ഡെലിവറിക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ നഴ്സ് അവിടെ സ്റ്റാഫിൻ്റെ കയ്യിലേൽപ്പിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇതും അതേപോലെ തന്നെ മസ്ലിൻ, നമ്മുടെ മിക്ക ഐറ്റംസും മസ്ലിൻ ക്ലോത്തിൽ തന്നെ വരുന്നതാണ്. മസ്ലിൻ മെറ്റീരിയലിലാണ് ഈ പറയുന്ന റിസീവിങ് ബ്ലാങ്കറ്റും സ്വാഡിലും വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണത്. അടുത്ത ഐറ്റം മസ്ലിൻ തന്നെ വരുന്ന ബേബി വാം ബ്ലാങ്കറ്റാണ്. ഒരു നല്ലൊരു വാമായിട്ടുള്ള നല്ല വാം ഫീലിംഗ് കൊടുക്കുന്ന ഒരു ബ്ലാങ്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഫുൾ ഓവർ ബോഡിയിൽ കുഞ്ഞു ഡക്കിൻ്റെ പ്രിൻ്റ് വരുന്നുണ്ട്. അത് നല്ല സോഫ്റ്റ്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കുറച്ചും കൂടെ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റാണ്. അടുത്തത് 5 ബട്ടൺ ജബ്ലാസ് ആണ്. ഇതും മസ്ലിൻ ക്ലോത്തിൽ തന്നെ വരുന്ന മസ്ലിൻ ജബ്ല. ഞാൻ 5 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. 5 എണ്ണം ഡിഫറെൻറ്റ് പ്രിൻറ്റുകളിൽ വരുന്നതാണ്. നല്ലൊരു കുട്ടി സോഫ്റ്റ്, നമ്മൾ കെട്ടുടുപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വരുന്ന ഈ ഒരു ഐറ്റം നമ്മളൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പെയറും കൂടെ വരുന്ന ജബ്ല സെറ്റ് എടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഒന്നെങ്കിൽ നമ്മൾ ക്ലോത്ത് ഡയപ്പറോ അല്ലെങ്കിൽ ഡയപ്പേഴ്സൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്കതാണ് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തത് ഒരു സ്വാഡിൽ 2 സ്വാഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബേബി നമ്മുടെ വയറ്റിൽ ഭയങ്കര ആ ഒരു ടെമ്പറേച്ചറിൽ വാമായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ പുറത്തോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. സോ നമുക്ക് അത് സ്വാഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പൊതിഞ്ഞ് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് ഫേസ് ടവൽ. ഇതിന് മസ്ലിൻ ക്ലോത്തിൽ തന്നെ വരുന്ന 2 ഫേസ് ടവൽസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തത് 1 സ്മോൾ പാക്ക് ഓഫ് ബേബി വൈപ്സ് ആണ്. അൺസെൻറ്റഡ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ 99% വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വൈപ്സ് ആണ് നമ്മൾ ബേബിക്കൊക്കെ ചൂസ് ചെയ്യുമ്പം നല്ലത്. അടുത്ത നമ്മുടെ ഐറ്റം ന്യൂബോൺ ഡയപ്പറാണ്. അതൊരു 6 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും ഹോസ്പിറ്റലിൽ നമ്മൾ ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് ഒരു ഓർഗനൈസർ ബാഗിൽ ഞാൻ ന്യൂബോൺ ബേബി ആക്സസറി കിറ്റ് എടുത്തിട്ടുണ്ട്. കാരണം ബേബിയുടെ കയ്യിലൊക്കെ ചെറിയ നഖങ്ങളൊക്കെ നീണ്ടിട്ടുണ്ടെങ്കിൽ അത് മുറിവുണ്ടാക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. സോ ഒരു നെയിൽ കട്ടർ, സിസർ, ഇയർബഡൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആക്സസറി കിറ്റാണ് അതെടുത്തിട്ടുണ്ട്. ഒരു കോമ്പ് നമുക്ക് വേണമെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഒരു ബോഡി ലോഷൻ എടുത്തിട്ടുണ്ട്. സേവമെഡിൻ്റെ ഒരു ബോഡി ലോഷൻ. അതുപോലെ തന്നെ റാഷ് ക്രീം, ഡയപ്പർ റാഷ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ബേബീനെ കുളിപ്പിക്കാറൊന്നും ചാൻസസ് കുറവായിരിക്കും. നമുക്ക് വേണമെങ്കിൽ വൈപ്പ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സ്പഞ്ച് ബാത്ത് കൊടുത്തതിന് ശേഷം ബോഡി ലോഷനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അത് കരുതുന്നത് നല്ലതായിരിക്കും.
അടുത്ത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് ഐറ്റം എന്ന് പറയുന്നത് മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് പ്ലസ് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ക്യാപ്പും കൂടെയാണ്. അതിൽ 3 പെയർ വെച്ചിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേബിയുടെ നെയിലൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അറിയാതെ ഫേസിൽ മുറിവുകൾ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇത്തരത്തിൽ നമ്മൾ കരുതുവാണെന്നുണ്ടെങ്കിൽ മിറ്റൻസൊക്കെ കരുതുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനതൊരു 3 പെയേഴ്സ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു ജബ്ല, ബട്ടൺ ജബ്ല വിത്ത് അതിന് 2 പെയറായിട്ടാണ് വരുന്നത്. ഇത്ര ഐറ്റംസാണ് ഇതിലുള്ളത്. അടുത്ത നമ്മുടെ ഐറ്റം ന്യൂ ബോൺ വൺസീസ് അല്ലെങ്കിൽ നമ്മൾ സ്ലീപ്പിംഗ് സ്യൂട്ട് എന്ന് പറയും. സ്ലീപ്പിംഗ് സ്യൂട്ട് ഞാനൊരു 3 എണ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. സോഫ്റ്റ് കോട്ടണിൽ വരുന്ന 3 സ്ലീപ്പിംഗ് സ്യൂട്ട് പ്ലസ് ഒരു 3 വൺസീസും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഹാഫ് സ്ലീവ് ഉള്ളതുണ്ട്, അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ഉള്ളതുമുണ്ട്. അങ്ങനെ ഒരു അഡീഷണലായിട്ടൊരു 3 എണ്ണം കൂടെ ഞാനത് കരുതിയിട്ടുണ്ട്. ഐറ്റംസ് എല്ലാം ഞാനൊരു കവറിലാണ്, എല്ലാ ഐറ്റംസും ഓരോരോ കവറിലായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൽ ലേബൽ ചെയ്തിട്ടില്ല, ലേബൽ ചെയ്യണം ഓരോ ഐറ്റംസിൻ്റെ പേര് വെച്ചിട്ട്. കാരണം നമ്മളായിരിക്കില്ലല്ലോ ഇതെടുത്ത് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്, കാരണം നമ്മുടെ കൂടെ എല്ലാവരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എക്സ്ട്രാ അതുപോലെ ഫുൾ സ്ലീവ് ജബ്ലയും കൂടെ ബട്ടൺ ജബ്ലയും കൂടെ ഒരു 2 പെയർ വെച്ചിട്ട് അതും വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബർത്ത് ക്ലോത്തും കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും ബേബിനെ ബർപ്പ് ചെയ്യിക്കണം. ആ സമയത്ത് നമ്മുടെ മേത്ത് ഇടാനൊക്കെ ആയിട്ടും യൂസ് ചെയ്യാൻ ബർത്ത് ക്ലോത്ത് വളരെ അത്യാവശ്യമാണ്. സോ അങ്ങനെ 1 കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഫുൾ സ്ലീവ് ജബ്ലാസ് 2 ഞാൻ അഡീഷണലായിട്ട് വെച്ചതേ ഉള്ളൂ. ഒരു ബാത്ത് ടോവലും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. സ്പഞ്ച് ബാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഫൈനൽ ലാസ്റ്റ് ഐറ്റം ഗോയിങ് ഹോം ഔട്ട്ഫിറ്റ് ബേബിയുടെ. അങ്ങനെ നമ്മുടെ ബേബി എഡിഷൻ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫയൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, അത് മോം എഡിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേസിക്കായിട്ട് വേണ്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. താങ്ക് യു.